സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഭാഷ ലോകത്തെല്ലായിടത്തും ഒന്നാണെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു കോഴിക്കോട് മേമുണ്ട സ്കൂൾ അവതരിപ്പിച്ച ഭാഷ എന്ന നാടകം. കേരളത്തിലെ ഒരു തീരത്ത് വന്നടിയുന്ന ഗാസയിലെ കുട്ടിയിലൂടെ മുന്നോട്ട് പോകുന്ന നാടകം പുതുമ കൊണ്ടും അവതരണം കൊണ്ടും പ്രേക്ഷകരുടെ നിറഞ്ഞ കയ്യടി നേടി. ഈ ലോകത്തിലെ മുഴുവൻ കുഞ്ഞങ്ങളെയും ഭാഷ, ഒരുപ്പിന്റെ ഭാഷ, വിശപ്പിന്റെ ഭാഷ, വേദനയുടെ ഭാഷ, രക്തം ചിന്തുന്നൊരു ഭാഷ, സ്നേഹം കിനിയുന്നൊരു ഭാഷ. കേരളം, ഗാസ, രണ്ട് ദേശങ്ങളെ കുട്ടികളിലൂടെ ചേർത്ത് പിടിക്കുന്നൊരു ഭാഷ. ഐലൻ കുർദിയെ ഓർക്കുന്നില്ലേ? അങ്ങനെ ഒരു കുട്ടി നമ്മുടെ തീരത്ത് അടിയുകയാണ്. തീരത്തെ കുട്ടികൾ അവരെ വീണ്ടെടുക്കുകയാണ്. പുതുമ, ചടുലത, വിഷയത്തിന്റെ ആനുകാലികത. കുട്ടികൾ ഹൃദയം കൊണ്ടാണ് അരങ്ങിൽ സംവദിക്കുന്നത്. പല പല സൂചകങ്ങളിലൂടെ വെടിയുണ്ടകൾ പോലെ ഓർമ്മകൾ അവനെ പലപ്പോഴും ഗാസയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, പ്രേക്ഷകരെയും. ഇഷാനാണ് ഗാസയിലെ കുട്ടിയെ അവതരിപ്പിച്ചത്. സംവിധാനം ജിനോ ജോസഫ്. നമ്മൾ വിചാരിക്കും അങ്ങ് ഗാസയിലല്ലേ കുട്ടികൾ മരിക്കുന്നത്, നമുക്കെന്താണ്? അങ്ങനെയല്ല, നമ്മൾ മനുഷ്യരാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ വേർതിരിക്കേണ്ടത്. ഒരാളുടെ വേദന അല്ലെങ്കിൽ അയാളുടെ വിശപ്പ്, അതുപോലെ തന്നെ യുദ്ധത്തിലുണ്ടാകുന്ന തീവ്രത എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഭാഷ പഠിക്കേണ്ടയോ ഭാഷാ പാണ്ഡിത്യത്തിന്റെ ആവശ്യമില്ല. അതെ, ഇതുതന്നെയാണ് ഈ കലോത്സവത്തിലെ ഏറ്റവും തീവ്രമായ ഭാഷ. ആഗോള രാഷ്ട്രീയവും മാനുഷിക പ്രശ്നങ്ങളുമെല്ലാം കുട്ടികൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നതിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് മേമുണ്ട സ്കൂൾ കുട്ടികളുടെ ഈ നാടകം. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം KM ബിജു, ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.